കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF പ്രതിഷേധത്തിൽ പ്രതികരണവുമായി ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. കൃത്യമായ രേഖകൾ തന്റെ കയ്യിലുണ്ടെന്നും പൂർണ്ണ പിന്തുണയുമായി പാർട്ടി കൂടെയുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF നടത്തിയ പ്രതിഷേധത്തിൽ പ്രതികരണവുമായി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി രംഗത്ത്. തെരഞ്ഞെടുപ്പ് സൂക്ഷ്മ പരിശോധന സമയത്താണ് ആരോപണം ഉന്നയിക്കേണ്ടിയിരുന്നതെന്നും കോടതിയുടെ കീഴിലിരിക്കുന്ന കേസാണിതെന്നും കൃത്യമായ രേഖകൾ തന്റെ കയ്യിലുണ്ടെന്നും പൂർണ്ണ പിന്തുണയുമായി പാർട്ടി കൂടെയുണ്ടെന്നും നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും ഉയർന്നു വന്നപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് തന്നെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും ആരോപണങ്ങൾ ഉയർത്തേണ്ടതും സ്ക്രൂട്ടനിങ് ടൈമിലാണ്. അതിനാണ് ആ ഒരു ഡെമോക്രസി പ്രകാരം കൃത്യമായിട്ടുള്ള ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് ഒന്നുമില്ലാത്ത ആരോപണങ്ങൾ ഈ നിയമസഭാ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഉയർത്തിക്കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പൊതുജനങ്ങൾ നല്ല ബോധ്യമുള്ളവരാണ്, അറിവുള്ളവരാണ്. അപ്പൊ അവർക്ക് കാര്യങ്ങളുടെ കിടപ്പ് കൃത്യമായിട്ട് മനസ്സിലാവും. ഇല്ലാത്ത ഒരു ആരോപണങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഞാനിത് മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു മാറ്റർ ജൂറിസ്ഡിക്ഷന്റെ അണ്ടറിൽ ഇരിക്കുന്ന ഒരു മാറ്ററാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ പരാമർശിക്കേണ്ട കാര്യമില്ല. അപ്പൊ അന്ന് അവരെ എന്തുകൊണ്ട് സ്ക്രൂട്ടനിന്റെ സമയത്ത് ആരോപിച്ചില്ല? അവർക്ക് ഡെമോക്രസിയിൽ വിശ്വാസം ഇല്ലാതിരുന്നുകൊണ്ടാണോ, അല്ലെങ്കിൽ നിയമത്തിൽ വിശ്വാസം ഇല്ലാതിരുന്നുകൊണ്ടാണോ? എന്നിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ പരാക്രമത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ നിയമത്തിൽ വിശ്വാസം ഇല്ല എന്നാണോ അതിന്റെ അർത്ഥം? അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട്, പൂർണ്ണമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ഈ ചെയർപേഴ്സൺഷിപ്പിന്റെ കാലഘട്ടം മുതൽ, ആ സമയം മുതൽ തുടങ്ങിയ ഒരു ആക്രമണമാണ്. പാർട്ടി എന്ന് ചെയർപേഴ്സണെ നിശ്ചയിച്ചു തുടങ്ങിയോ, തീരുമാനങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയോ, ആ സമയത്ത് തുടങ്ങിയ ആക്രമണങ്ങളാണ്. ഇന്നോ തുടങ്ങിയതല്ല. പല ആരോപണങ്ങൾ ഇവർ പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പെന്ന് പറഞ്ഞു, മറ്റേ കമ്പനിയെ പ്രതിപാദിച്ചുകൊണ്ട് പറഞ്ഞു, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതാ പുതിയൊരു ആരോപണമായിട്ട് വരുന്നു. അതുപോലെ പല കാർഡുകളും ഇവർ ഇറക്കി നോക്കി. പക്ഷെ ഇതിലൊക്കെ ഞാൻ വളരെ സുതാര്യമായിട്ട് നിൽക്കുന്ന, പൊതുപ്രവർത്തനത്തെ അത്രയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് മൂവാറ്റുപുഴയിലെ ഓരോ ജനങ്ങൾക്കും അറിയാം. ഇതുവരെ നടത്തിയ ഒരു പ്രവർത്തനങ്ങളിലും ഒരു ചെറിയൊരു കറ പോലും പറ്റുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എന്റെ പദവികളെ ഞാൻ ഉപയോഗപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും പൊതുജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിലാണ് അടിയുറച്ച് വിശ്വസിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിയമത്തിന്റെ വഴിയെ നടത്തുന്നത്. എന്റെ എല്ലാ കൃത്യമായ രേഖകളും ഉണ്ട്. അത് നിയമത്തിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യും. പാർട്ടി പൂർണ്ണ പിന്തുണയോടുകൂടി പാർട്ടി കൂടെയുണ്ട്. ICDSൽ നിന്ന് ഇല്ലാത്ത യോഗ്യത കാണിച്ച പണം തട്ടിയെന്ന ആരോപണത്തിലും ചെയർപേഴ്സൺ പ്രതികരിച്ചു. ഈ ICDSന്റെ ക്ലാസുകൾ പല തവണകളിൽ ഇവിടെ നിന്ന് പല വ്യക്തികൾ എടുത്തിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ ഉണ്ടായിരുന്ന SP ഓഫീസിലുണ്ടായിരുന്ന, മൂവാറ്റുപുഴ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന PRO ക്ലാസുകൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തായിരുന്നു? ഇതൊക്കെ വെറും ആരോപണങ്ങളാണ്. അത് പല വ്യക്തികളും അതിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെറും ആരോപണങ്ങളാണ്. അതിനെ തള്ളിക്കളയാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നിയമത്തിൽ വിശ്വാസമുണ്ടെന്നും മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.